Welcome to Britain's English learning program. My name is Iqbal. In the lesson 2, അതുപോലെ neither എന്താണ് ഇത് രണ്ടിന്റെയും യൂസേജ് എന്നുള്ളതാണ്. സോ ആദ്യം കുറച്ച് ലെസൺസിലൂടെ നമുക്ക് അതിന്റെ യൂസേജ് മനസ്സിലാക്കാം. എന്താണ് ടു? ആദ്യം ടു എന്താണെന്ന് മനസ്സിലാക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് പറയണം, ഞാനിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം വാച്ചിങ് ടി വി അല്ലേ? ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്, ഹേ ഐ എം വാച്ചിങ് ടി വി നൗ. ഞാനിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം വാച്ചിങ് ടി വി അല്ലേ? സപ്പോസ് ആ സമയത്ത് നിങ്ങളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ എന്താ പറയുക? ഞാനും അതെ, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും അതെ, അതാണ് ടു. അപ്പോൾ നമ്മൾ എന്താ പറയും? മീ ടു, ഞാനും അതെ. മീ ടു, ഞാനും അതെ. ഞാൻ പറയാണ് ഐ എം സ്റ്റുഡൻറ്, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാനും അതെ. മീ ടു, ഞാനും അതെ. I came yesterday, ഞാൻ ഇന്നലെ വന്നിരുന്നു. I came here yesterday, ഞാൻ മീ ടു, ഞാനും അതെ. മീ ടു. Hey, I'm leaving, ഞാൻ പോവാണോ? I'm leaving. മീ ടു, ഞാനും അതെ. മീ ടു. ഇവിടെ ടു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ടി ഓ അല്ല, ടി ഡബിൾ. ടി ഓ, മീ ടു, ഞാനും അതെ. അത് നിങ്ങൾക്ക് വേറെ പല രീതിയിലും പറയാം. ഇവിടെ ജസ്റ്റ് ടുവിന്റെയും അതുപോലെ നീതറിന്റെ യൂസേജ് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. ഐ ആം ഗോയിങ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അതായത് ഞാനിപ്പോൾ പോവാണ്. ഐ ആം ഗോയിങ്, ഞാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ആം ഗോയിങ് ടു, അതായത് ആ സെന്റൻസ് അതുപോലെ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് ഒരു ടു ചേർക്കാം. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് മീ ചേർത്തിട്ട് ഞാൻ അതെ. മീ ടു. ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. മീ ടു, ഞാനും അതെ. ഓ ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ടോ? ഐ ആം ഹംഗ്രി. മീ ടു, ഞാനും അതെ. മീൻസ് എനിക്കും അതെ. Me too. Yeah. I'll come tomorrow. ഞാൻ നാളെ വരും. Me too. ഞാൻ വരും. I'll come tomorrow. Tomorrow I'll buy a new shirt. നാളെ ഞാൻ പുതിയൊരു ഷർട്ട് മേടിക്കും. Tomorrow I'll buy a new shirt. Me too. ഞാൻ വരും. Me too. ഞാനും അതെ. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. എന്താണ്? ഞാനിപ്പോ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം വാച്ചിങ് ടി വി. ഓക്കെ, ഞാൻ പറഞ്ഞു ഐ എം വാച്ചിങ് ടി വി. ആ സമയത്ത് നിങ്ങളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഞാനും അതേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം, എന്താണ്? മീ ടു, ഞാൻ അതെ. മീ ടു എങ്ങനെയാണ് പറയാം? നിങ്ങളൊന്നും പറഞ്ഞു നോക്കണം കേട്ടോ. എന്താ പറയാ? മീ ടു, ഞാനും അതെ. മീ ടു, മീ ടു, മീ ടു, ഞാനും അതെ. അല്ലേ? ഞാനിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം ഐ എം വാച്ചിങ് ടി വി. പക്ഷെ നിങ്ങളിപ്പോൾ ടി വി ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് പറയുക? അപ്പൊ നിങ്ങൾ എന്ത് പറയണം? മലയാളത്തിലാണെങ്കിൽ എന്താ പറയാ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. ആണോ? പക്ഷെ ഞാൻ ടി വി കാണുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അത് അതുപോലെ പറഞ്ഞു. But I am not watching TV. But I am not watching TV. ഞാൻ പറഞ്ഞു I'll come tomorrow, ഞാൻ നാളെ വരും. പക്ഷെ നിങ്ങൾ നാളെ വരില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയണം? അത് അതുപോലെ പറയണം. But I won't come tomorrow. But I won't എന്ന് പറയാം. But I won't. But I won't come tomorrow. ചുരുക്കിയിട്ട് എത്ര പറഞ്ഞാലും മതി. I won't. But I won't. Hey, I can speak English. Oh, but I can't. I can drive a car, but I can't. I'm hungry. എനിക്ക് വിശക്കുന്നുണ്ട്. But I'm not. But I'm not hungry എന്ന് പറയാൻ hungry. But I'm not. എത്ര പറഞ്ഞാൽ മതി. But I'm not. പക്ഷേ ഞാനില്ല. മീൻസ് എനിക്കില്ല. But I'm not. ഇവിടെ രണ്ടും സെയിം ആണ് അല്ലേ? ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും രണ്ടും സെയിം ആകുമ്പോഴാണ് നമ്മൾ അങ്ങനെ ടു ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ഐ ആം ഹംഗ്രി, നിങ്ങൾക്കും വിശക്കുന്നുണ്ട്. അപ്പോഴാണെന്ന് പറയുന്നത്, അപ്പോഴാണെന്ന് പറയാം മീ ടു എന്ന് പറയാം. മീ ടു, എനിക്കും വിശക്കുന്നുണ്ട്. ഐ ആം ഹംഗ്രി, ബട്ട് ഐ ആം നോട്ട്. പക്ഷെ എനിക്കില്ല. ഐ ആം ഹംഗ്രി, മീ ടു, എനിക്കും അതെ. അതാണ് ടു. ഇനി എന്താണ് നീതർ? നീതർ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ്സ് പറയുമ്പോഴാണ് നീതർ ഉപയോഗിക്കുക. രണ്ടും സെയിം ആയിരിക്കണം, പക്ഷെ രണ്ടാണ് നെഗറ്റീവാണ് പറയുന്നത്. അതായത് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയാണ് ഐ ആം നോട്ട് ഹംഗ്രി, എനിക്ക് വിശക്കുന്നില്ല.
അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് വിശക്കുന്നില്ല. അവിടെ me too എന്ന് ഉപയോഗിക്കാൻ പാടില്ല. to എന്ന് പകരം neither ഉപയോഗിക്കണം. എനിക്കും ഇല്ല എന്നാണ്. എനിക്കും അതെ എന്ന് പറയുവാണ് to ഉപയോഗിച്ചത്. എനിക്കും ഇല്ല എന്ന് പറയുവാൻ വേണ്ടി neither ആണ് ഉപയോഗിക്കേണ്ടത്. me neither. neither എന്ന് പറയാം, neither എന്ന് പറയാം. me neither. Anyway, it's fine. Yeah? So ഞാൻ പറയാം, ഞാൻ ഇന്നലെ വന്നിട്ടില്ല. You didn't come yesterday. I didn't come yesterday. ഞാൻ ഇന്നലെ വന്നിട്ടില്ല. I didn't come yesterday. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ വന്നിട്ടില്ല. me neither. ഞാൻ വന്നിട്ടില്ല. I didn't come yesterday. ഞാൻ ഇന്നലെ വന്നിട്ടില്ല. ഞാൻ വന്നിട്ടില്ല. me neither. ഞാൻ നാളെ വരില്ല. I won't come tomorrow. ഞാൻ വരില്ല. me neither. I'm not happy. ഞാൻ ഹാപ്പി അല്ല. me neither. ഞാൻ ഹാപ്പി അല്ല. പക്ഷേ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ എന്താണ്, I am not hungry, എനിക്ക് വിശക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം I am not hungry എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം I am hungry അല്ലെങ്കിൽ but I am. രണ്ടും സെയിം ആയിരിക്കും. ഞാൻ പറയാണ് I am hungry, നിങ്ങൾക്കും വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടെന്നാണ് I am hungry. ഇവിടെ നിങ്ങൾക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയണം? me too എന്ന് പറയണം, അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞത് I am hungry, നിങ്ങൾക്ക് വിശക്കില്ല എന്നാണെങ്കിൽ മീൻസ് രണ്ടും വേറെയാണ്, മാറി. ഞാൻ വിശക്കുന്നു എന്ന് പറയും, നിങ്ങൾ വിശക്കുന്നില്ല എന്നാണ്. അപ്പോൾ എന്താണ് അവിടെ to neither ഒന്നുമില്ല, അല്ലേ? I am hungry എന്ന് പറഞ്ഞു, നിങ്ങൾ പറയണം എനിക്ക് വിശക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ പറയണം but I am not. തിരിച്ചായോ, ഞാൻ പറയണം എനിക്ക് വിശക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയണം? but I am. അതുപോലെ തന്നെയാണ് ആദ്യം പറഞ്ഞത്, അല്ലേ? രണ്ടും വേറെ പറയാമോ, നമ്മൾ അതുപോലെ പറയണം, പക്ഷെ രണ്ടും സെയിം ആണ്. ഞാൻ പറഞ്ഞു I am hungry, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കണം to ഉപയോഗിക്കണം, me too എന്ന് പറയണം. ഇതാണ് to neither. me too. ഇതുപോലെ me neither. ഇതാണ് നമ്മൾ ഇതോടെ മനസ്സിലാക്കിയത്. ഞാനും അതെ ഞാനില്ല എന്ന് പറയും. me too and me neither. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. So I hope you enjoyed this video. Thanks for watching. See you in the next video. Goodbye.